16 മിനിറ്റ് വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്സിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്കും പാവപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും മറ്റു പല മാധ്യമങ്ങൾ മുഖേന നമ്മളുമായി ബന്ധപ്പെടുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സലാമിന്റെ വിഷയത്തിലാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യനോട് സലാം പറയുമ്പോൾ ഇന്നലെ തന്നെ ഒരാൾ ചോദിച്ചു, ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു 5, 10, 20 മെസ്സേജ് PM അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ദിവസവും അവർ കാത്തിരുന്നാൽ ആ പറയുന്ന വിഷയങ്ങളൊക്കെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. എന്നാലും അവർ അതെങ്ങനെ ഇതെങ്ങനെ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് നല്ലതാണ് ഏതോരുന്നേരം അങ്ങനെ ചോദിക്കും. ഇന്നലെ അവസാനമായി ഒരാൾ ചോദിച്ച ഒരു ചോദ്യം, ഒരു മനുഷ്യനോട് എത്ര പ്രാവശ്യം സലാം പറയാം എന്നാണ് ഒരാൾ ചോദിച്ചത്. കാരണം അദ്ദേഹം മനസ്സിലാക്കി വെച്ചത് ഒരു പ്രാവശ്യം സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അന്നത്തെ ദിവസം അയാളോട് സലാം പറയണ്ട എന്ന ഒരു രൂപം ഒരു പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയം എങ്ങനെയാണ്. ഒരാൾ സലാം പറഞ്ഞു പിരിഞ്ഞ ഉടനെ രണ്ടാമത് ചെറിയ മരമോ അല്ലെങ്കിൽ തൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മറയ്ക്ക് പിന്നിലായി രണ്ടാമതും ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ ഒന്നും കൂടി അദ്ദേഹത്തോട് സലാം പറയും സുന്നത്തുണ്ട് എന്നാണ്. നിങ്ങൾ കൂട്ടുകാരനെ അഭിമുഖീകരിക്കുമ്പോൾ അവൻ സലാം പറയണം. അവയ്ക്കിടയിൽ മരമോ മതിലോ പാറയോ മറയിട്ട് വീണ്ടും കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയുക എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസോടെ കാണാൻ കഴിയും. അപ്പൊ അതാണ് സലാം. അപ്പൊ ഒരു ദിവസം എത്ര സലാം പറയണം എന്നുള്ളതല്ല. ഒരു മനുഷ്യനെ നേരെ കണ്ടു സലാം പറഞ്ഞു വീണ്ടും അവനെ അല്പനേരം സമയത്തിന് ശേഷം ഒന്നുകൂടി കണ്ടുമുട്ടിയാൽ നമ്മൾ കണ്ണിൽ നിന്ന് അല്പം ഒരു മറവുണ്ടായ ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയാൽ വീണ്ടും സലാം പറയുന്നത് സുന്നത്തുണ്ടെന്നാണ്. അത് മുസ്ലിമായ ഒരു മനുഷ്യനെ കാണുമ്പോഴാണ് ആ സലാം പറയേണ്ടത്. ഒരാൾക്ക് മറ്റൊരാൾ സലാം ചൊല്ലി പിന്നെ അടുത്തായി തന്നെ വീണ്ടും അയാളെ കണ്ടുമുട്ടി വിചാരിക്കുക. രണ്ടാം പ്രാവശ്യം സലാം ചൊല്ലി പറഞ്ഞ് ഒന്ന് പിന്നിലൂടെ വന്ന മുന്നിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ രണ്ടാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും ഒക്കെ അയാൾക്ക് സലാം ചൊല്ലി സുന്നത്താണ്. അത് അധികാരിലൊക്കെ നവീനാം ഈ രൂപത്തിലാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സലാം ഒരു ദിവസം എത്ര പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ കണ്ണിൽ നിന്ന് ഒരാൾ മറിയുന്നു വീണ്ടും അയാളെ കണ്ടുമുട്ടുന്നു അപ്പോൾ സലാം പറയുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം സംസാരിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി 3 പ്രാവശ്യം അത് ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാണ്. അപ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ, ഒരുപാട് ജനങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ 3 പ്രാവശ്യം ആ രൂപത്തിൽ റസൂലുള്ളാഹി പ്രാവശ്യം സലാം അങ്ങനെ സലാം പറയുന്ന ഒരു പരിപാടി റസൂലുള്ളാഹി തആലക്ക് ഉണ്ടായിരുന്നു എന്ന് ബുഖാരിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഹക്കീമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൊക്കെ കാണാം. അപ്പോ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയമുണ്ട്. 1-ാം പ്രാവശ്യം പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിലാണ് 2-ാം പ്രാവശ്യം 3-ാം പ്രാവശ്യം പറയേണ്ടത് എന്ന് മജ്മൂഇൽ നബി റളിയല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ 2-3 പ്രാവശ്യം സലാം പറയാമെന്ന് പറഞ്ഞ അതാണ്. ഒരേ ദിശയിൽ തന്നെ 2-3 പ്രാവശ്യം സലാം പറയാമെന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ്. അതേസമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരാളെ കണ്ണിൽ നിന്നങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാളോട് സലാം പറയാം. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും സലാം പറയാം. അതേസമയത്ത് 3 പ്രാവശ്യം സലാം പറയാമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു ജനബാഹുല്യമുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ 3 പ്രാവശ്യം സലാം പറയാം എന്ന് പറയാനുള്ള കാരണം അത് 1-ാം പ്രാവശ്യം 2-ാം പ്രാവശ്യം പറഞ്ഞത് അവർ കേട്ടിട്ടില്ലെങ്കിലാണ്. 1-ാം പ്രാവശ്യം പറഞ്ഞ് കുറച്ചാളുകൾ മാത്രമേ അത് കേൾക്കുകയുള്ളൂ. 2-ാം പ്രാവശ്യം പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ കേൾക്കും. 3-ാം പ്രാവശ്യം അപ്പുറത്തുള്ള ആളുകൾ കേൾക്കും. ആ രൂപത്തിലാണ് ഈ സലാം പറയാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അവരോട് സലാം പറഞ്ഞാൽ മതി. ഈ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ വേണം വീണ്ടും ആവർത്തിച്ച് സലാം പറയാം എന്ന് പറയാനുള്ള കാരണം. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല പറഞ്ഞു, ചിലപ്പോൾ സലാമുകളൊക്കെ ഇങ്ങനെ ആവർത്തിക്കേണ്ടി വരും, ചിലപ്പോൾ സലാം ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരും. ഫത്തുൽ ബാരിയിൽ കാണാം. വലിയ സംഘമുണ്ടാവുകയും ചിലർ കേട്ടില്ല എന്ന് തോന്നുകയും ചെയ്താൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നബി റളിയല്ലാഹു തആല പറഞ്ഞു,
ഇപ്രകാരം തന്നെ ഒരാൾ സലാം പറഞ്ഞു അതവർ കേട്ടില്ലെന്ന് വിചാരിച്ചാൽ 2-3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അതിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം സലാം പറഞ്ഞു, 2-ാം പ്രാവശ്യം പറഞ്ഞു, 3-ാം പ്രാവശ്യം പറഞ്ഞു. ആ 3-ഓടുകൂടി അവർ കേൾക്കുന്ന ഒരു ഘട്ടം മതി. പിന്നെ ഈ ആളുകൾ കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ 4-ാമത്തെ സലാമിന്റെ ആവശ്യമില്ല എന്ന് ഫത്തുൽ ബാരിയുടെ 10-ാം വാല്യം 31-ാമത്തെ പേജിലുണ്ട്. അതേപോലെ തന്നെ ഇമാം മാവർദി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരാൾ ചെറിയ സംഘത്തിനടുത്ത് ചെന്നു, അവരെല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സലാമിനോട് പറഞ്ഞു. അങ്ങനെയാണ് ഇവന്റെ ഒറ്റ സലാമോട് ചുരുക്കാനാണ് നല്ലത്. അപ്പോൾ ചെറിയ സംഘത്തിന്റെ അടുത്ത് ചെന്നാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കേണ്ട ഒറ്റ സലാം പറഞ്ഞാൽ മതി. അവിടെ 3-ാമത്തെ സലാമിന്റെ ആവശ്യമില്ല. ഒറ്റ സലാം, അതായത് കുറച്ച് ആളുകൾ എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ ഒറ്റ സലാം. ആ സലാം പറഞ്ഞ് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സലാം പറയുമ്പോഴും സലാം മടക്കുമ്പോഴും അത് ഉച്ചത്തിലാക്കണം. നമ്മൾ ആരെയാണോ സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ ഉച്ചത്തിൽ സലാം പറയേണ്ടതാണ് എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞുകയാണ്. അവർ ചിലരെ പ്രത്യേകമാക്കുക എന്നതിനേക്കാൾ നല്ലത്. ഇപ്പൊ കുറച്ച് ആളുകൾ ഇരിക്കുമ്പോൾ അതിൽ ചില ആളുകളെ മാത്രം പ്രത്യേക കൊണ്ടുവരിക, അല്ലെങ്കിൽ അവർക്ക് മാത്രം സലാം പറയുക, എവിടെ സലാം പറയണ നല്ല സുന്നത്തുണ്ട്. എല്ലാവരും മടക്കിയാൽ എല്ലാവർക്കും കൂടി കിട്ടും. ഒരാൾ മടക്കിയാൽ അവരെ തൊട്ടുള്ള ആ നിബന്ധന ഒഴിവായി കിട്ടും, അല്ലെങ്കിൽ അവരെല്ലാവരും കുറ്റത്തിലാവുകയും ചെയ്യും. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ നിബന്ധന ഒഴിവായി കിട്ടണമെങ്കിൽ അതിലൊരാൾ സലാം മടക്കിയാൽ മതി. ഒരു പ്രായപൂർത്തിയുള്ള ആളായിരിക്കണം, സലാം പറയാൻ അർഹതപ്പെട്ട ആളായിരിക്കണം എന്ന് മാത്രം. ഒരാൾ സലാം പറഞ്ഞാൽ മതി, സലാം മടക്കിയാൽ മതി. അതേ സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ സലാം മടക്കിയാൽ എല്ലാവർക്കും അതിന്റെ കൂടി കിട്ടുകയും ചെയ്യും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സമ്മേളന നഗരി, അല്ലെങ്കിൽ വലിയ ആളുകൾ കൂടിയ ഒരു ജമാഅത്ത് വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു പള്ളി, ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരിലും എത്താത്ത വിധം ജനങ്ങളെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും, 1-2 ജനങ്ങളല്ല ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഒരു സലാം പറയലേ സുന്നത്തുള്ളൂ. ഒറ്റ സലാം പറഞ്ഞാൽ മതി. ഒരു സലാം പറ, കാരണം ഈ ഒരു പള്ളിയിൽ കയറുമ്പോൾ ഇവൻ നടന്ന എല്ലാ സഫറും ഇങ്ങനെ സലാം പറയാൻ വരുന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അതെല്ലാം നമ്മുടെ കയറി ചെല്ലുക. ഇനി ഇതാ നമ്മുടെ മതസമ്മേളനം വരുന്നുണ്ട്, അതേപോലെ തന്നെ SVSന്റെ സമ്മേളനം വരുന്നുണ്ട്, അതോടുകൂടി തന്നെ SJMന്റെ സുന്നി ജമാഅത്തുൽ അല്ലെങ്കിൽ 25ാം വാർഷിക സമ്മേളനം വരുന്നുണ്ട്. എല്ലാം 2-3 മാസത്തിനിടയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത സമ്മേളനങ്ങളാണ്. ഇതൊക്കെ പങ്കെടുക്കാനുള്ളതാണ്. അല്ലാതെ തന്നെ ഇതൊക്കെ വിജയിപ്പിച്ച് പെരുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ ഈ സമ്മേളന നഗരിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പൊ എല്ലാവരോടും സലാം പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവരോടും ഇങ്ങനെ സലാം പറഞ്ഞെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും സലാം പറഞ്ഞതിന് പകരമായി ഒറ്റ സലാം പറഞ്ഞാൽ മതി. അത് കേൾക്കുന്ന ഒരു ഘട്ടം മതി. ആ കയറി ചെല്ലുന്ന സ്ഥലത്തുള്ള ആളുകൾ കേൾക്കുന്ന ഒരു ഒറ്റ സലാം. പിന്നെ ഇയാള് അവിടെ ഇരിക്കാതെ അവിടെ സലാം പറഞ്ഞവിടെ കയറി പിന്നെ അയാൾ കുറേം കൂടി മുന്നോട്ട് തിക്കിത്തിറക്കി അങ്ങനെ പോയി കുറച്ച് മുമ്പ് ചെന്നൊരു സ്ഥലത്ത് ഇരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അയാൾക്ക് ഒരു സലാം പറയാം. അവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു സലാം കൂടെ പറയാം. കാരണം അയാൾ ഈ സ്ഥലത്ത് സലാം പറഞ്ഞ സ്ഥലത്തല്ല കയറി ഇരിക്കുന്നത്, പിന്നെയും കുറേം കൂടി മുന്നോട്ട് പോയിട്ടാണ്. ഇങ്ങനെ സമയം വരികയാണെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടി അയാൾക്ക് ഒരു സലാം കൂടി അവിടെ പറയാവുന്നതാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. മജ്മൂഇൽ ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അസ്കാർ നബവിയിലും ആവശ്യം പറഞ്ഞിട്ടുണ്ട്. മജ്മൂഇന്റെ 4-ാം വാല്യം 530-ാമത്തെ പേജിലാണ് ഈ വിഷയം വന്നിട്ടുള്ളത്. എങ്കിൽ അവിടെ സമ്മേളന നഗരി കയറി ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ പോകുന്ന സ്ഥലത്തെ കുറെ ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾ സലാം അടക്കിയാൽ മതി. നിബന്ധന അവിടെ ഉപയോഗിക്കും, ഒറ്റ ആൾ സലാം അടക്കിയാൽ മതി. എന്നാൽ എല്ലാവരും ആ നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. എല്ലാവരും സലാം അടക്കിയാലോ എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. കൂലി കിട്ടണമെങ്കിൽ എല്ലാവരും സലാം അടക്കണം എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരു സദസ്സിലെത്തിയാൽ സലാം പറയണം. സദസ്സിലെത്തിയാൽ സലാം പറയണം. അത് എത്തിയാൽ മാത്രം പോരാ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കൂടുതലും ഒരു സ്ഥലത്തേക്കൊരു മൗലിദിന്റെ സദസ്സാകട്ടെ, എല്ലാം കുറെ ആളുകൾ കൂടിയ സദസ്സാകട്ടെ, അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സലാം പറയാൻ നമ്മളൊക്കെ ഉഷാറായിരിക്കും. പക്ഷേ ആ സദസ്സിൽ നിന്ന് വിട്ടു പിരിയുന്ന സമയത്തോ നമ്മൾ സലാം പറയാറില്ല. അങ്ങനെ പരിപാടി നമുക്കുണ്ടാവാറില്ല. സലാം പറയുമ്പോൾ കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയും. പക്ഷെ കല്യാണ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഭക്ഷണം കഴിച്ചും വല്ല ചെവിയും അടിച്ചുകൊണ്ട് പോരാന്നല്ലാതെ ഒരു സലാം പറഞ്ഞിറങ്ങാറില്ല. എന്നാൽ റസൂൽ പഠിപ്പിച്ചേണ്ട ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയണം. സദസ്സ് വിട്ട് നിങ്ങൾ പോരുന്ന സമയത്ത് നിങ്ങൾ സലാം പറയണം.
ആദ്യത്തെ സലാമിന് അവസാനത്തേതിനേക്കാൾ പ്രാധാന്യമൊന്നുമില്ല, രണ്ടും സമമാണ്. രണ്ടും സലാം ഒരേ രൂപത്തിലാണുള്ളത്, രണ്ടും സമമാണ്. അബൂദാബൂദ് റളിയല്ലാഹു റിപ്പോർട്ടിൽ ഹദീസ് കാണാം, തിരുമതി നമ്മുടെ റിപ്പോർട്ടിലും കാണാം. അപ്പോൾ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും സദസ്സിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോരുന്ന സമയത്തും സലാം പറയേണ്ടതുണ്ട്. അങ്ങോട്ട് കയറുന്ന സമയത്ത് മാത്രം സലാം പറഞ്ഞാൽ പോരാ എന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സലാം പറയുന്ന രണ്ട് ഭാഗത്തും അങ്ങോട്ട് കയറുമ്പോഴും പറയണം, തിരിച്ചു പോരുമ്പോഴും സലാം പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരാൾ ഒരു സദസ്സിൽ ചെന്നാൽ സലാം പറയണം. ഇരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ ഇരുന്നോ, അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. ഇനി അവൻ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചാൽ, അതായത് എഴുന്നേറ്റ് പോരാൻ ഉദ്ദേശിച്ചാൽ വീണ്ടും ഒരു സലാം കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ വേറെ റിപ്പോർട്ടിലൂടെ വന്നതിന് മാത്രം. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം. നമ്മൾ എപ്പോഴും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സലാം പറയാറുള്ളൂ, തിരിച്ചു കയറുമ്പോൾ സലാം പറയാൻ ശ്രമിക്കാറില്ല. അത് ആണുങ്ങൾ പിന്നെയും പറഞ്ഞാൽ പെണ്ണുങ്ങൾ തീരെ പറയാറില്ല. പെണ്ണുങ്ങൾ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്താണ് പലപ്പോഴും സലാമില്ല. അതേക്കുറിച്ച് മനസ്സിലാക്കിയ കുറേ നിങ്ങളൊക്കെ സലാം പറയാറുണ്ട് എന്നതല്ലാതെ പല ആളുകളും സലാം കൊണ്ട് തുടങ്ങാറില്ല. ഇന്നലെ നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞു. അപ്പൊ സലാം കൊണ്ട് തുടങ്ങുന്ന രൂപമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. കയറി ചെല്ലുമ്പോഴും തിരിച്ചു പോരുമ്പോഴും സലാം പറയുന്ന രൂപമുണ്ടാവണം. മുആവിദ് ഖുറാർ റളിയല്ലാഹു തആല പറയാണ്, അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, നീ ഒരു നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു സദസ്സിലിരുന്ന് പെട്ടെന്ന് നിനക്ക് എണീച്ചു പോകേണ്ട വല്ല ആവശ്യം നിനക്ക് വന്നാൽ ആ സദസ്യർക്ക് സലാം പറഞ്ഞിട്ടേ നീ പോകാൻ പാടുള്ളൂ. കാരണം ആ സദസ്സിൽ അവരിൽ നിന്ന് വന്നുപോയ വീഴ്ചകളിൽ നീയും അതിൽ പങ്കാളിയാണ്. ആ സദസ്സിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നീയും പങ്കാളിയാണ്. അപ്പൊ നീ സലാം പറയുമ്പോൾ അത് മുഖേനയായി ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുകയും മടക്കിയും ഉണ്ടാകുന്നത് കൊണ്ട് ആ കുറ്റങ്ങൾക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു സദസ്സിൽ നീ വന്നിട്ട് അല്ലാഹുവിനെ സ്മരിക്കാതെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവൻ അത് കഴുത ശവത്തിന്റെ അരികിൽ നിന്ന് മടങ്ങുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ മുആവിദ് ഖുറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് മഹാനവർ വിശദീകരിക്കുന്നു. അവർ സദസ്സിലേക്ക് പോയിട്ട് അവൻ തിരിഞ്ഞു പോരുമ്പോൾ അള്ളാഹിനെ സ്മരിക്കാതെ പോരുന്നാൽ, അഥവാ അള്ളാഹുവിനെ സ്മരിക്കാതെ പറഞ്ഞാൽ സലാം പറയാതെ വിരിഞ്ഞു പോന്നാൽ ഒരു കഴുത ശവത്തിന്റെ അരികിൽ നിന്ന് മടങ്ങുന്നതിന് തുല്യമാണ്. കഴുത പോയിട്ട് ആ ശവം തിന്നില്ലല്ലോ, ശവത്തിന്റെ അടുത്ത് നിൽക്കാന്നല്ലാതെ ശവം എന്തെന്ന് കഴുതക്കറിയില്ല, ഇനി ആ ശവത്ത് തിന്നാനും കഴുതക്കറിയില്ല. ആ രൂപത്തിലാണ് അവിടെ പോയി എന്നല്ലാതെ യാതൊരു ഫലവുമില്ല. കഴുതക്ക് തുല്യമാണ് നമ്മളിരുന്ന ഒരു സദസ്സം എന്ന് പിരിഞ്ഞു പോരുന്ന സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ. കാരണം അതേ സമയത്ത് മറ്റെന്തെങ്കിലും ഈ ശവം തിന്നുന്ന മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പോയി തിന്നാൻ കഴിയും. ഈ കഴുത പോയിട്ട് എന്താണ് കാര്യം? ഒന്നും തിന്നാൻ കഴിയില്ല. അതേ രൂപത്തിലാണ് ഒരു സദസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ സലാം പറഞ്ഞു, പക്ഷേ തിരിച്ചു പോരുന്ന സമയത്ത് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ അവനെ കഴുതക്ക് തുല്യമാണ്. അപ്പൊ സലാം പറയണം. ഈ ഒരു വിഷയം തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ത്രവാനിയിലും ബുഖാരിയിലാണ് അതൽ മുഫ്രദിലെ 1080 ഹദീസായിട്ടും ഈ ഹദീസിനെ കൊണ്ടുവന്നത് കാണാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സലാമിന്റെ വിഷയം അങ്ങോട്ട് പോകുമ്പോൾ മാത്രം പോരാ, തിരിച്ചു പോരുമ്പോഴും സലാം പറയണം എന്നത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് സലാം പറഞ്ഞു, അങ്ങനെ നടന്നുപോയി. റസൂൽ പറഞ്ഞു, നമ്മൾ മുമ്പ് പറഞ്ഞ ഹദീസാണ് അശ്റ എന്ന് പറഞ്ഞു, അവർക്ക് 10 കൂലി കിട്ടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളെ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. അപ്പൊ പറഞ്ഞു വിഷയമായി 20 കൂലി എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു അവർക്ക് 30 പുണ്യം കിട്ടിയിട്ടുണ്ട്. കാരണം കൂട്ടി പറഞ്ഞനുസരിച്ച് പുണ്യങ്ങൾ കിട്ടുന്നു. അതേ സമയത്ത് 4ാമത്തെ ഒരാളും കൂടി പോയി. ഈ ഹദീസ് കാണാൻ ബിറുൽ മൻസൂറിൽ 4ാമത്തെ ഒരാളും കൂടി ആ ഹദീസിന്റെ അടുക്കലൂടെ അല്ല ഈ സദസ്സിന്റെ അരികിലൂടെ പോയി. ആ സമയത്ത് അദ്ദേഹം സലാം പറഞ്ഞില്ല. ആ സദസ്സിന് സലാം പറയാതെയാണ് അദ്ദേഹം പോയത്. റസൂൽ പറഞ്ഞു, എന്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ കൂട്ടുകാരൻ എന്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരാളെ സദസ്സിലെത്തിയാൽ സലാം പറയണം, ഇരിക്കണമെന്ന് തോന്നിയാൽ അവിടെ ഇരിക്കുക, പിന്നെ എണീറ്റ് പോകുമ്പോഴും സലാം പറയണം എന്നത് നിങ്ങളെ സഹോദരൻ ചെയ്തില്ലല്ലോ. ഇത്ര മോശപ്പെട്ട കാര്യമാണ് ആ ചെയ്തത്, കൂലി നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായ സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു. ബിറുൽ മൻസൂറിന്റെ 2ാം വാല്യം 188-ാം പേജിൽ ഈ ഹദീസ് കാണാം. അതേപോലെ തന്നെ ഇബ്നു കസീറിന്റെ 2ാം വാല്യം 325-ാം പേജിലും ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെയും വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വലിയല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, യാത്ര പറയുന്ന സലാമിന് പ്രത്യേകതയുണ്ട് എന്നാണ്. നമ്മൾ പിരിഞ്ഞു പോരുന്ന സമയത്തുള്ള സലാമിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? അവിടുന്ന് സ്ഥലം വിടാനാണ് എഴുന്നേറ്റതെന്ന് കൂട്ടുകാരറിയും. ഒന്നാമത്തേതാണ്.
നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സലാം പറഞ്ഞിരുന്നു, നമ്മൾ അവിടെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞ് എണീറ്റും സലാം പറഞ്ഞു, കൂട്ടുകാർക്ക് മനസ്സിലാവും ഇയാൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇവിടുന്ന് പോകാനായിട്ടുണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ക്ഷീണമകറ്റാനോ പറയുന്നത് തിരിച്ചു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇദ്ദേഹം വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്തൊന്നും അയാൾ ഇതിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ആ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവർക്ക് പഠിപ്പിക്കാം. അത് മാത്രമല്ല, അയാളോട് പോകുന്ന സമയത്ത് അയാളോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചൊരു കൂട്ടുകാരൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ പക്ഷെ വന്നത് കൊണ്ട് സലാം പറഞ്ഞു, അയാൾ പോകുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്നുകൊണ്ട് വിഷയം അയാളെ ധരിപ്പിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയ സുഹൃത്ത് രണ്ടാമത് ഇയാൾ സലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അയാൾ പോവുകയാണ്. അപ്പൊ അയാൾ പറയാനുള്ളത് പെട്ടെന്ന് ചെന്ന് പറയണം. അയാൾ പോകുന്നു എന്ന വിവരം ഇദ്ദേഹത്തിന് അറിയാൻ കഴിയും എന്നും മഹാനവറുകൾ അവിടെ വിശദീകരിക്കുക. അതേസമയത്ത് സലാം പറയാതെ പോയാൽ, സലാം പറയാൻ തിരിഞ്ഞു പോയാൽ ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ കണ്ടു കിട്ടിയതാണല്ലോ, ഇന്നലെ വിഷയം പറയാനുണ്ടായിരുന്നല്ലോ, അയാൾ പോയി കഴിഞ്ഞല്ലോ എന്നൊരു നിരാശയായിരിക്കും ഈ കൂട്ടുകാരന്റെ മനസ്സിലുണ്ടാവുക. അപ്പൊ ആ മനസ്സിൽ അതില്ലാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുന്നു എന്നൊരു സൂചന കൊടുക്കാൻ കൂടി ഇത് കഴിയും. മാത്രമല്ല അതിന് മറ്റൊരു വിഷയം കൂടി മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അതിന് പുറമെ ഏറ്റവും മഹത്തായ മറ്റൊരു വിഷയമുണ്ട്. ഒരു സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് പോകുമ്പോൾ ഈ സദസ്സ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അയാൾ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രഭാഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളെ യോഗത്തിന് എതിരഭിപ്രായമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളോട് ഇത് ബഹിഷ്കരിച്ചുകൊണ്ടാണോ പോകുന്നത് എന്നൊക്കെ ഒരു പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനും ഏറ്റവും ഉതകുന്ന പരിപാടിയാണ് അദ്ദേഹം ഒന്ന് ചെയ്യുന്നത് സലാം പറഞ്ഞു പോവുക എന്നുള്ളത്. ഒന്ന് സലാം പറഞ്ഞു പോകുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്ന ആൾ വെറുപ്പ് കൊണ്ട് പോവുകയല്ലോ, വെറുപ്പിന് പോകുന്ന ആൾ സലാം പറഞ്ഞു പോകില്ലല്ലോ. അപ്പൊ ഈ വെറുപ്പ് കൊണ്ടല്ല ഇയാൾ പോകുന്നത് എന്ന് ആ സദസ്സിനെ മനസ്സിലാക്കാനും ഉതകുന്ന രൂപമാണ് സദസ്സിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ സലാം പറയുക എന്നുള്ളത് എന്ന് മഹാനാ ഷഹദ് റളിയല്ലാഹു ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന കിതാബിന്റെ 2ാം വാല്യം 198-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. അപ്പൊ ഒരു സദസ്സിൽ നിന്ന് എണീറ്റ് ആ സദസ്യരോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് സലാം പറയുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഹദീസുകളൊക്കെ അതിനെ തെളിവായി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ വിഷയം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്തുള്ളത് പോലെ തന്നെ വിട്ടുപിരിയുമ്പോഴും സലാം പറയൽ സുന്നത്താണ്. ഷറീ മുഹദ്ദിന്റെ 4ാം വാല്യം 505-ാം പേജിലും 506-ാം പേജിലും ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ കണ്ടുമുട്ടുമ്പോൾ മാത്രമല്ല വിട്ടുപിരിയുന്ന സമയത്തും സലാം പറയുക എന്നുള്ളത് നമ്മുടെ കടമയിൽപ്പെട്ടതാണ്. ഇതുവരെ അങ്ങനെ സലാം പറയാത്ത കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഒരു സദസ്സിലേക്ക് വരുന്ന സമയത്തും സദസ്സിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്തും ഇനിയോട് സലാം പറയുന്ന ഒരു രൂപം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ സലാം പറയുക എന്നുള്ളത് ഒരുപാട് വലിയ കാരണങ്ങളാണ്. അതേ സമയത്ത് ഇപ്പോൾ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുഡ് മോർണിംഗ് പറയലോ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാക്കുകൾ പറയലോ, നമസ്കാരം പറയലോ, ഇതൊന്നും സലാമിന്റെ ഭാഗത്തെത്തുകയില്ല. മുമ്പ് നമ്മൾ പറഞ്ഞു, ഒരു വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വല്ലാതെ വിഷന്നുകൊണ്ടിരിക്കുക ഒരു മനുഷ്യന്റെ അടുത്ത്, തീരെ ഭക്ഷണം കിട്ടാത്തൊരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവന് ഗുഡ് മോർണിംഗ് അല്ല. ആ സമയത്ത് അവന് ഗുഡ് മോർണിംഗ് ആണുള്ളത്, അവന് ഗുഡ് അല്ല അവനുള്ളത്. കാരണം വിഷമിച്ചിരിക്കുക, ഈ സമയത്താണ് അവന് ഗുഡ് മോർണിംഗ് അല്ലേ. ഈ ഗുഡ് മോർണിംഗ് തന്നെ എപ്പോഴും പറയാനും പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ പറയും. അങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അവന് ഈ സംബന്ധിച്ചിടത്തോളം അവന് ബേഡാണ്, അവന് ഗുഡല്ല. അതേ സമയത്ത് എല്ലാ സദസ്സിലും എല്ലാ ആളുകളടുത്തും ചെന്നറിയിക്കും, ആരോടും ചെന്ന് പറയാം. മരിച്ച വീട്ടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളെടുത്ത് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റൂല. അവിടെ ഗുഡ് മോർണിംഗ് അല്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ആൾ വല്ലാതെ വിഷമത്തിലാണ്. അവിടെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ചെന്ന് ഗുഡ് പറയുന്നത് അല്ലാതെ ഏവനോടും പറയാം. വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനോടും അല്ലാ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും തിരിച്ചും വാലിക്കും സലാം, നിങ്ങളെയും അല്ലാത്ത രക്ഷിക്കട്ടെ എന്നേ പറയുകയുള്ളൂ. അത് സന്തോഷവേളയിലും പറയാം. നല്ല സന്തോഷവേള ചെന്നിട്ടും അസ്സലാമു അലൈക്കും പറയാം. ഏത് സ്ഥലത്തും എങ്ങനെയും കയറി ചെന്ന് പറയാൻ പറ്റിയ നല്ലൊരു വാക്കാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അതാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. ഫോൺ ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരാളാണ് വിളിക്കുന്നെങ്കിൽ ഹലോ വാക്കം ഒഴിവാക്കുക. അറിയുന്ന ആളാണ് ഇദ്ദേഹമാണ് ഇതിന് പിന്നിലുള്ളതെന്നോ
അല്ലെങ്കിൽ ഇദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അസ്സലാമു അലൈക്കും കൊണ്ട് തുടങ്ങാം. കാരണം മുണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളതിന് ഉസ്താദ് പാടിയത് കാണാം. അപ്പൊ സലാം കൊണ്ട് സ്നേഹം വർദ്ധിക്കുന്ന ഏറ്റവും മഹത്തമായ വിഷയം കൂടിയാണ്. അപ്പൊ സലാം കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ വേറെ വിഷയങ്ങൾ കൊണ്ടല്ല നമ്മൾ തുടങ്ങേണ്ടത്. ആദ്യം സലാം കൊണ്ട് തുടങ്ങുക. അപ്പൊ നമ്മൾ ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് ഹലോ ഒഴിവാക്കിക്കൊണ്ട് അങ്ങ് സലാം കൊണ്ട് തുടങ്ങൽ ഏറ്റവും നല്ലതാണ്. അറിയുന്ന ആളുകളാണെങ്കിൽ. അറിയാത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സലാം കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞോളണമെന്നില്ല. മറുവാത്തുള്ള ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാർ, തബ്ലീഗ് എല്ലാ അണ്ടവും അടകോടനും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സലാം പറയാൻ പാടില്ലെന്നല്ലേ? അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല, ഹറാം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുജാഹിദ് ജമാഅത്തിനോട് സലാം പറയാൻ പാടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകളോട് നമ്മൾ സലാം പറയേണ്ടതില്ല. ഈ സലാം പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച ഒറിജിനൽ സുന്നിയാണെന്ന് തീർച്ചയായും നിങ്ങൾ സലാം പറഞ്ഞു, യാതൊരു സംശയവുമല്ല. എന്ന് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ കയ്യിലെ ഉള്ളു എന്നുള്ളതും സംശയമില്ല. അതിനകത്ത് സംശയമില്ല. ജമാഅത്തിന്റെ എല്ലാ ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം AP വിഭാഗം മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ആ ആളുകളോട് സൗകര്യപൂർവ്വം നിങ്ങൾ ആ ആളുകളോട് നിർബന്ധമായിട്ട് പറഞ്ഞുകൊള്ളണം. അതേ സമയത്ത് മുമ്പൊക്കെ ഈ വരല്ലാലി എന്ന് പറയുന്ന ഒരു ജിദ്ദ, അതായത് ഈ AP-ക്കാരുടെ ജിദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ജിദ്ദയുണ്ട്. വരല്ലാലി എന്ന് പറയും. നമ്മളൊക്കെ വരല്ലാലി എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം. അതായത് നമ്മുടെ ഖബർ ഉലമ കാന്തപുരം ഉസ്താദ് ധരിക്കാറുള്ള ആ രൂപത്തിലുള്ള ജിദ്ദ. ആ ജിദ്ദ ധരിച്ച ഒരു നിമിഷം നടന്നു പോകുന്നത് ചെമ്മാട് ടൗണിലൂടെ കണ്ടാൽ, ഇന്നത്തെ ചെമ്മാട് എനിക്കറിയില്ല, പഴയ കാലത്ത് ചെമ്മാട് ടൗണിലൂടെ പോയാൽ മറുഭാഗത്തിന്റെ അടുത്ത് സലാം പറയില്ലായിരുന്നു. എന്നാൽ അവർക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സലാം പറയാൻ അർഹർ AP വിഭാഗം മാത്രമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഏതോ ആവട്ടെ, ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല. അത് ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോടാണ് സലാം പറയേണ്ടത്. ഇതൊരു വിഭാഗത്തോട് സലാം പറയാൻ പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും സദസ്സിൽ നിന്ന് വിട്ടുവരുന്നത് സമയത്തും സലാം പറയുകയും ചെല്ലുന്ന ആ ഒരു രൂപം, ആ ഒരു രീതി നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വേറെ ഒരാൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം കൂടി പറയാം. ഇന്ന് നമുക്ക് പറ്റിയ ഒരു വിഷയം പറയാം. ഇന്നലെ ഒരാൾ ചോദിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ഈ ഖത്തീബ് വരുന്ന സമയത്ത് പിന്നെ നേരെ വന്ന് മീറാബ് കയറിപ്പോയി എന്നിട്ട് സലാം പറയലാണ്. അതേസമയത്ത് ഞാനൊരു സ്ഥലത്ത് കൂടിയ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ പുതിയ സ്ഥലത്ത് പോയി അടുത്ത് കൂടി ചെന്നപ്പോ അദ്ദേഹം 3 സലാം പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടോ എന്നാ? അയാളുടെ നാട്ടിൽ അങ്ങനെയില്ല. അയാളുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. എങ്ങനെ നേരെ ഖത്തീബ് നേരെ കയറി വന്ന് മുക്കിൽ വാള് കൊടുക്കും, ആ വാളും കയറി മുപ്പത് മിമ്പർമേലിറക്കി വരും, തിരിഞ്ഞു സലാം പറയും. ഇങ്ങനെയാണ് അത്ര അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളത്. അതേസമയത്ത് പുതിയൊരു നാട്ടിലേക്ക് ആദ്യം അയാൾ ജമാഅത്ത് കൂടിയപ്പോ അവിടെ മുമ്പിന്റെ സഫിലിരിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ ശ്രദ്ധിക്കുന്നത് 3 സലാം പറയുന്നുണ്ട്. അത് ഇങ്ങനൊരു വിഷയമുണ്ട് എന്നാണ് ഒരു സാധു ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒന്ന്, അത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ ഖത്തീബ് എപ്പോഴും നല്ലതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഖത്തീബ് സലാം പറയുന്നുണ്ടാവും, ഇദ്ദേഹം കേൾക്കാത്തതുണ്ടാവാം. 3 സലാം പറയുന്നുണ്ടാവും, ഇദ്ദേഹം കേൾക്കാത്തതുണ്ടാവാം. അതല്ലെങ്കിൽ ഖത്തീബിന് അതേക്കുറിച്ച് പറയാത്തതും ഉണ്ടാകും. അല്ലെങ്കിൽ അതേക്കുറിച്ച് ഖത്തീബിന് അറിയാത്തതുണ്ടാകാം. ഇങ്ങനെയുണ്ടാവാം. അപ്പൊ ഏതായിരുന്നാലും ഈ ഒരു രൂപത്തിലൊക്കെ സലാം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ 3 സലാം പറയ സുന്നത്തുണ്ട്. അങ്ങനെ സലാം പറയ സുന്നത്തുണ്ട്. ഈ ഖത്തീബായ മനുഷ്യർ റൂമിൽ നിന്ന് പുറത്തേക്ക് അടുക്കുമ്പോൾ സലാം കൊടുത്തിട്ട് ഒരു സദസ്സിലേക്ക് വരികയാണ്. ഇന്ന് നേരത്തെ പറഞ്ഞു, ഒരു സദസ്സിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഫസ്റ്റ് സലാം പറയുള്ള സുന്നത്തുണ്ട്. എന്നിട്ട് അവിടെ കഴിഞ്ഞ് മിഹ്റാബിന്റെ തൊട്ട് താഴെയുള്ള ആ ലൈൻ, ആ സഫിലേക്കും ഒരു സലാം പറയലുണ്ട്, സുന്നത്തുണ്ട്. അങ്ങനെ 2 സലാം. മൂന്നാമത് ജനങ്ങളിലേക്ക് മൊത്തമായി തിരിഞ്ഞു നിന്നിട്ട് മൂന്നാമത്തെ ഒരു സലാം പറയേണ്ടതുണ്ട്. അപ്പൊ അതെന്തിനാണ്? അവിടെ കുറെ വിഷയങ്ങൾ കാണാം. ചില ആളുകൾ പറഞ്ഞു അതാണ് യഥാർത്ഥ സലാം, അതെല്ലാ ആൾക്കാർക്കാണ്ട് ഉച്ചത്തിൽ പറയുന്ന സലാം ആയതുകൊണ്ടാണ് വലുതായി പറയുന്നതും. അതേസമയത്ത് ചില ആളുകൾ പറഞ്ഞു അതങ്ങനെയല്ല. അവിടെ 2ാമത്തെ സലാം മതി. യഥാർത്ഥത്തിൽ ആദ്യം സലാം പറഞ്ഞു, ആ 2ാമത്തെ സലാം പറഞ്ഞ പിന്നെ ഇയാളെ ഖത്തീബ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ അവർ കാണുന്നില്ല. അപ്പൊ വീണ്ടും തിരിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മരത്തിന്റെ പിന്നിലേക്കോ അല്ലെങ്കിൽ മരത്തിന് ചുറ്റോ തിരിഞ്ഞു വരുമ്പോഴേക്ക് വീണ്ടും സലാം പറയേണ്ടതുണ്ട് എന്നല്ലേ? അപ്പൊ ആ തിരിച്ചുകൾ വന്നതുകൊണ്ട് 3ാമതൊരു സലാം പറയലാണ്. ഏതായിരുന്നാലും 3 സലാം അവിടെ പറയൽ ഖത്തീബായ ആളുകൾക്ക് സുന്നത്താണ്. മുമ്പേക്കാർ വീണ്ടും സലാം പറയുന്നത് അയാൾ സലാം പറഞ്ഞ ശേഷം കയറുന്ന ജോലിയിൽ ഏർപ്പെട്ടതാണ്. ഒരാൾ സലാം പറഞ്ഞ്
അല്ലതിലേക്ക് നേർപ്പെട്ട് വീണ്ടും അവരിലേക്ക് മടങ്ങിയാൽ ആ ഇടവേള എത്ര കുറച്ചാണെങ്കിലും വീണ്ടും സലാം പറയൽ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് ഷർവാനിയുടെ 2-ാം വാല്യം 460-ാമത്തെ പേജിൽ കാണാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സലാം പറയാം. ഇനി അപ്പൊ ഈ വിഷയ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടയ്ക്കണം. ഏതാണ് വിഷയം? സലാം കൊടുത്തയക്കാൻ പറ്റുമോ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അല്പസമയം കൂടി ബാക്കിയുണ്ട്. ഒരാൾ ചോദിച്ച, ഉസ്താദെ ഫോണിലൂടെ നിരന്തരം വിളിക്കുകയാണെങ്കിലോ ഓരോ ഫോണിലും ചൊല്ലേണ്ടതുണ്ടോ? ഉണ്ടല്ലോ, ഓരോ പ്രാവശ്യം ഓരോ വിഷയങ്ങളല്ലേ. ഒരു സംസാരിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞ് വെച്ചില്ല, രണ്ടാമത് വീണ്ടും പറയുക, വീണ്ടും സലാം പറയാം, വീണ്ടും സലാം പറയാം. അപ്പൊ അതാണ്, അങ്ങനെയാണ്. അപ്പൊ വലല്ലാലി എന്നതൊരു പേര് വരാൻ കാരണം എന്താണ്? ഷക്കുദുസ്താദിന്റെ ചോദ്യം. അതിന് മറുപടി എന്താ? എത്തിക്കാറെ പിശാചിന് പേടിയാകുന്നതാണ് ഷക്കുദുസ്താദ്. ചോദ്യോത്തരം പറ്റും, കുഴപ്പമില്ല. ഏതായിരുന്നാലും അത് തമ്മിലായിക്കോട്ടെ, നമ്മൾ അതിൽ ബന്ധപ്പെടാൻ പോകണ്ട. പിന്നെ വരല്ലാലി ഒരാൾ ചോദിച്ചു, വരല്ലാൽ ദീൻ എന്ന് പറയാൻ കാരണം എന്താണ്? അത് ഫാത്തിഹ മുഴുവനായിട്ടുണ്ട്. ഫാത്തിഹ മുഴുവനായാലും എല്ലാം പൂർത്തി അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഫാത്തിഹ. വരല്ലാൽ ദീൻ കഴിഞ്ഞാൽ ആദ്യം മുതൽ അൽഹംദുലില്ലാഹ് വരല്ലാൽ ദീൻ മുഴുവനായിട്ടുണ്ട്. അപ്പൊ മുഴുവനുള്ളവർക്കുള്ള സത്താണ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്തോ നമുക്കറിയില്ല. വ്യക്തമായിട്ട് ഉത്തരം അറിയുന്നവർ പറഞ്ഞ് നമുക്ക് തിരിയും. ഏതായിരുന്നാലും അവരിലേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാവാം. അപ്പോ ഓരോ ഫോണിലും നമുക്ക് സലാം പറയാവുന്നതാണ്. എന്നാൽ അതിനും ഉത്തരം കഴിഞ്ഞ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് സലാം കൊടുത്തയക്കാൻ പറ്റുമെന്നാണ്. സലാം നമ്മളുടെ ഒരാൾക്ക് സലാം കൊടുത്തയക്കില്ല. അങ്ങനെ സലാം കൊടുത്തയക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, റസൂലേ, എന്റെ ഉപ്പ ഇതാ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്ന് പറഞ്ഞു, വഅലൈക്കും സലാം വഅലാ അബീക്കസ്സലാം എന്ന് തിരിച്ചുകൊണ്ട് സലാം പറഞ്ഞു. നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പക്കും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് തിരിച്ചു പറഞ്ഞു എന്നാണ്. അപ്പൊ സലാം പറഞ്ഞേക്കുക എന്ന പരിപാടിക്ക് തെളിവായി. അങ്ങനെ സലാം പറഞ്ഞേക്കാം, കൊടുത്തേക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു ഹദീസ് കാണാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇതാ ഇവിടെ ജിബ്രീൽ വന്നിട്ടുണ്ട്, ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാബിയോട് പറഞ്ഞു. ആ സമയത്ത് ആയിഷാബി എന്ന് പറഞ്ഞു, വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലി തിരിച്ചു മടക്കി എന്ന് ബുഖാരി മുസ്ലിം നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അപ്പൊ അങ്ങനെ സലാം പറഞ്ഞു വെക്കാം, ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നതാണ് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ ഒരാൾ അവിടെ ഇല്ലാത്ത സമയം, അയാളില്ലാത്ത ഒരാൾക്ക് വേണ്ടി സലാം അയച്ചു കൊടുക്കുന്നത് സുന്നത്താണ്. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു, അങ്ങനെ സലാം പറഞ്ഞു വെക്കൽ സുന്നത്താണ്. അത് ഏറ്റെടുത്ത ആളെന്ത് ചെയ്യണം? അത് നിശ്ചിത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്. ഒരാളോട് എന്റെ സലാം ഇന്നാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി നിർബന്ധമായി ഇയാൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് നിർബന്ധമാണ്. സലാം കൊടുത്തേക്കൽ സുന്നത്തുള്ളൂ, പക്ഷെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കലോ അത് നിർബന്ധവുമാണ്. കാരണം അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു സ്വത്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂക്ഷിച്ച സ്വത്താണ്. സലാം പറയല്ല, ഈ സലാം ഇന്നയാൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഏൽപ്പിക്കപ്പെട്ട ഇത് സ്വീകരിച്ച ആളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. എത്തിച്ചു കൊടുക്കാൻ നിർബന്ധമാണ്. അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. അത് നിർവഹിക്കൽ നിർബന്ധമാണ്. ആ സലാം അയാൾ തൃപ്തിയോടെ ഏറ്റെടുത്താൽ മാത്രമേ ഇവിടെ നിർബന്ധമാകുന്നില്ല. അതേ സമയത്ത് ഞാൻ കണ്ടാൽ കൊടുക്കാം, മറന്നില്ല കൊടുക്കാം എന്ന രൂപത്തിലാണ് പറയുന്നതെങ്കിലോ എന്നാൽ അവിടെ നിർബന്ധമൊന്നുമില്ല. മറന്നില്ല കൊടുത്താൽ മതിയല്ലോ, കണ്ടാൽ കൊടുത്താൽ മതിയല്ലോ. അതേ സമയത്ത് ഞാൻ ഈ സലാം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്തിക്കൽ നിർബന്ധമാണ്. സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എത്തിച്ചെടുക്കാൻ നിർബന്ധമില്ലല്ലോ. അപ്പൊ എല്ലാം എനിക്ക് നടക്കൂല കേട്ടോ, ഞാൻ അയാൾ കാണൂല, ഞാൻ എന്നെ വഴിക്ക് പോവുകയാണ്, അപ്പൊ കാണുണ്ടാവില്ല, നിങ്ങൾ തന്നെ വേറെ ആരും ഏൽപ്പിച്ചാൽ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, ആർക്ക് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഒരാളെ നമ്മൾ സലാം പറഞ്ഞില്ല, ഈ സലാം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല, ഏറ്റെടുത്തു എന്നും പറഞ്ഞില്ല, ഏറ്റെടുത്തില്ല എന്നും പറഞ്ഞില്ല. എന്നാലും അയാൾക്ക് എന്തില്ല നിർബന്ധമില്ല. കാരണം അയാൾ ഉച്ചരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഏറ്റെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് നിർബന്ധമില്ല എന്ന് തുഹ്ഫ 9-ാം വാല്യം 226, 227 പേജിൽ നോക്കിയാൽ കാണാം. അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ള ഒരാൾ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അയാൾ ഏറ്റെടുത്താൽ മാത്രമേ മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കൽ സുന്നത്താണ്. ഏൽപ്പിച്ചു കൊടുത്തവൻ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല.
അതേ സമയത്ത് ഇവിടെ വേറെ വിഷയം കൂടെ ഉണ്ട്. ഇയാൾ ഏറ്റെടുത്തതായി പറയാൻ നിർബന്ധമുണ്ടോ ഇല്ലെന്ന് ആർക്കാ സലാം പറയേണ്ടത്? നിയമത്തിനോട് യോജിച്ച രൂപത്തിലുള്ള സലാം മാത്രമേ ഇവിടെ നിർബന്ധമുള്ളൂ. നിയമത്തിനോട് യോജിക്കാത്ത സലാം, ഉദാഹരണമായിട്ട് ഒരാൾ പറയാം, എന്റെ സലാം എന്റെ പെങ്ങൾക്ക് ഞാൻ പോയി സലാം പറഞ്ഞേക്കെന്ന് വിചാരിക്കും. ആരുടെ കയ്യിൽ? ഒരന്യ പുരുഷന്റെ കയ്യിൽ. അത് ശരിയല്ല. കാരണം അവളോട് പോയി സലാം പറയാൻ പറ്റില്ല. അവൻ അന്യനാണ്. എനിക്ക് എന്റെ പെങ്ങളാണ്, എനിക്ക് ഞാൻ അന്യനല്ല. അല്ലെ എന്റെ ഭാര്യയാണ്, എനിക്ക് അന്യമല്ല. അതേ സമയത്ത് ഈ കൊടുക്കുന്ന വ്യക്തിക്ക് അന്യമാണ്. എന്നാൽ അവനെ സലാം അവിടെ കൊടുക്കാൻ നിർബന്ധമില്ല. കാരണം അവനെ സംബന്ധിച്ചുള്ള നിയമത്തിനോട് യോജിക്കാത്ത പരിപാടിയാണ് എന്നതാണ് കാരണം. അതേപോലെ തന്നെ ഇപ്പൊ ഒരാൾ സലാം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്ത് വിചാരിക്കുക, പിന്നീട് മനസ്സിലാകുന്നത് അവിടെ ചെന്നപ്പോൾ മുജാഹിദാണ്, അവർ ജമാഅത്തെ ഇസ്ലാമിയാണ്, കാദിയാനിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തമ്മാടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവനോട് നമ്മൾ സലാം പറയില്ല, അവിടെ നിർബന്ധമില്ല. കാരണം നിയമത്തിനോട് യോജിച്ച രൂപത്തിലുള്ള സലാമല്ല. അപ്പൊ അങ്ങനെ രൂപത്തിലാണെങ്കിലേ നമുക്ക് എത്തിക്കേണ്ടത്, നിയമത്തിന് യോജിച്ച രൂപത്തിലാണെങ്കിലേ എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കൽ അതും നിർബന്ധമില്ല എന്ന് കിതാബിലൊക്കെ വ്യക്തമായി പറയുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള ആളുകളോട് ഫോണിലും നമ്മൾ സലാം പറയരുത്. ഈ രൂപത്തിലുള്ള ആളുകൾ ഫോണിൽ സലാം പറയുന്ന നിഷേധികളായ പുത്തൻവാദികളായ ആളുകൾ സ്ത്രീകളോട് ഇവരൊന്നും ഫോണിൽ സലാം പറയാൻ പോകണ്ട, അന്യ സ്ത്രീകൾ സലാം പറയാൻ പോകണ്ട, അന്യ സ്ത്രീകൾ പറഞ്ഞാൽ മറക്കാനും പോകണ്ട. അവിടെ ഫിത്ന ഇല്ല എങ്കിൽ അനുവദനീയമാണ് എന്ന് കിതാബിൽ കാണാം. അവിടെ ഫിത്ന ഇല്ല എങ്കിൽ അനുവദനീയമാണ്. ഇന്നത്തെ കാലത്തൊക്കെ ഫിത്ന എന്നാക്കാൻ മനസ്സിലാക്കിയാൽ മതി. അത് ഈ സലാം ആദ്യം സലാം കൊണ്ട് തുടങ്ങും. അത് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലാണെങ്കിൽ പിന്നെ എത്തിക്കാനുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് സലാം പറഞ്ഞ് പിന്നെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ, ഒരാൾക്ക് സലാമിനെ കൊടുക്കണമെങ്കിൽ അയാൾ ഇതിന് പറ്റിയ ആളായിരിക്കണം. എങ്കിലേ ഏറ്റ വ്യക്തി അത് കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് നിർബന്ധമില്ല. ഇന്ന ആൾക്ക് എനിക്ക് വേണ്ടി സലാം പറയൂ എന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ മതിയാവുമെന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നോ. ഉദാഹരണമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞോളന്നില്ല. ഉദാഹരണമായിട്ട് എന്റെ സലാം നിങ്ങളോട് പറഞ്ഞാളാന്ന് പറഞ്ഞു. എന്റെ സലാം ഞാൻ സലാം പറഞ്ഞാളാ എന്ന് പറഞ്ഞാലും അങ്ങനെ മതി എന്നൊരഭിപ്രായമുണ്ട്. ഇപ്പോ ആളൂർ മുസ്തഫാള് ചോദിക്കുമ്പോൾ സലാം അലൈക്കും എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണമെന്നില്ല. എന്ന് എന്റെ സലാം പറഞ്ഞാളാ എന്ന് പറഞ്ഞാലും അത് മതിയാകുമെന്നും ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബി നാം അദ്കാറിൽ പറയുന്നത് ഒരാളോട് താങ്കൾ ഇന്ന ആളോട് എന്റെ സലാം പറയൂ എന്ന് പറഞ്ഞു. എന്നാൽ ആർക്കാണോ സലാം കൊടുത്തയച്ചത് അയാളോട് തന്നെ ഈ ദൂതനായ ആള് ഇന്നയാൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതായി സലാം എന്നോ എന്നൊക്കെ പറയൽ അവിടെ നിർബന്ധമാണ്. കാരണം ഒരാൾ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന എന്റെ സലാം നീ അങ്ങോട്ട് പറഞ്ഞാളാ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്നയാൾ സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. അതാണ് വേണ്ടത്. അതാണ് ഉത്തമമായ മാതൃക. ഒരാളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്നയാളോട് എന്റെ സലാം പറയണം അസ്സലാമു അലൈക്കും എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ അവിടെ ചെന്നുകൊണ്ട് നിങ്ങളോട് ഇന്നയാൾ സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്ന് അവിടെ സലാം പറയണം. അങ്ങനെയാണ് സലാം പറയേണ്ടത്. അതാണ് ഏറ്റവും നല്ല മാതൃക, അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. കാരണം അത് സൂക്ഷിപ്പ് സ്വത്താണ്. അത് ഇവിടെ വാങ്ങിവെച്ച സൂക്ഷിപ്പ് നേരെ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സൂക്ഷിപ്പ് കൊടുത്ത സ്വത്താതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് തിരിച്ചു പറയൽ അത് നിർബന്ധമാണ് എന്ന് 9-ാം വാല്യം. എന്നാൽ ഇമാം റംലി പറഞ്ഞെന്താണ്, പറഞ്ഞു വെക്കുന്നവൻ അസ്സലാമു അലാ ഫുലാൻ എന്നുള്ള വാക്കുകൾ ഉണ്ടെങ്കിലേ അത് മടക്കേണ്ടതുള്ളൂ എന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഇന്ന ആൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആരാണോ പറയാൻ വരുന്നത്, ഉദാഹരണം സെയ്ദ് അസ്സലാമു അലൈക്കും യാ സെയ്ദ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ എന്ന് ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങൾ അങ്ങനെ മഹാന്മാർ പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. ഇമാം റംലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് എന്താണ്, ഒരാൾക്ക് സലാം പറഞ്ഞു വെക്കുമ്പോൾ നീ ഇന്ന ആൾക്ക് എന്റെ സലാം പറയുക, അങ്ങനെ ദൂതം എന്നാൽ അയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ഇന്ന ആൾ നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അയക്കുന്ന ആളെ അസ്സലാമു അലാ സെയ്ദ് എന്ന് പറഞ്ഞു, സെയ്ദാണ് പേരെങ്കിൽ അസ്സലാമു അലാ സെയ്ദ് എന്ന് പറഞ്ഞു, ഈ സലാം നീ അവിടെ എത്തിക്കണം എന്നൊരാളെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞാലും അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്നാളുതാ ഇന്ന സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞാലാണ് അത് മടക്കൽ നിർബന്ധമാകുന്നത് എന്നും അഭിപ്രായം പറ്റിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾക്ക് പറ്റും നല്ലത്, നമുക്ക് നല്ല രൂപം ഏതാണ് അത് മനസ്സിലാക്കി വെക്കുക. എല്ലാം കൂടെ പറയുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, ആകെ തശ്വീശാവണ്ട.
ആകെ കൺഫ്യൂഷൻ ആകണ്ട. അപ്പൊ നല്ല ഒരാൾക്ക് നമ്മൾ സലാം പറഞ്ഞൊക്കെ സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കി. ഇനി സലാം പറയുമ്പോൾ അത് വജീകളൊന്നും നമ്മൾ നോക്കണ്ട. സലാം പറഞ്ഞു വെക്കുമ്പോ ഇതാ എന്റെ ഇനി എങ്ങടെ പോകുന്നു, ഞാൻ നാസറിന്റെ അടുത്തൊക്കെ അത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ നാസറിനോട് എന്നെ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ ഇവന്തൊരു കേട്ട വാലൈക്കും ഇസ്ലാം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോയാൽ അവിടെ ചെന്നുകൊണ്ടോ അയാളോട് പറയുക, നിങ്ങൾക്കിതാ മുഹമ്മദ് ക നിങ്ങളൊരു സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും. അങ്ങനെ സലാം പറയണം. അങ്ങനെയാണ് സലാം പറയേണ്ടത്. ഇതാണ് ഏറ്റവും നല്ല രൂപം. ഇങ്ങനെയാകുമ്പോൾ പിന്നെ അതിൽ വേറെ കൺഫ്യൂഷന്റെ ആവശ്യങ്ങളില്ല. നമ്മൾ സലാം പറഞ്ഞെടുക്കുമ്പോഴും അത് പൂർണ്ണ രൂപത്തിലായി, ആ മടക്കുമ്പോഴും പൂർണ്ണ രൂപത്തിലായി. അതെല്ലാം ഒരൊറ്റ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ സലാം പറയണം നല്ലത്. അപ്പൊ മടക്കുക എന്ന് പറഞ്ഞത് അവൻ തിരിച്ചുകൊണ്ട് എങ്ങനെ സലാം പറയണം, സലാം മടക്കൽ എങ്ങനെ, ഇനി നമുക്ക് അതാ മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ സലാം മടക്കണം എന്ന് പറഞ്ഞു, എങ്ങനെയാണ് അയാൾ സലാം മടക്കേണ്ടത് എന്ന് കൂടി നമുക്ക് പഠിക്കാം. അപ്പോ എന്റെ അടുക്കലേക്ക് എന്നൊരാൾ എന്ന് പറഞ്ഞു, അബൂ സലാം ഉസ്താദിനോട് ഒരാൾ സലാം പറഞ്ഞിട്ട് ഞാൻ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് സലാം അടക്കേണ്ടത്? ഞാൻ അടക്കേണ്ടത് വലൈക്കും അസ്സലാം മാത്രം പോരാ. എന്നോട് ആദ്യം ഇപ്പൊ സലാം പറഞ്ഞു വ്യക്തിയാരാ, അവൻ ആദ്യം ഒരു സലാം കൊടുക്കണം. അവന് സലാം കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചാൽ അതിന് മടക്കൽ കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ സലാം അടക്കേണ്ടത്? വഅലൈക വഅലൈഹിസ്സലാം, വഅലൈക വഅലൈഹിസ്സലാം എന്നാണ് സലാം അടക്കേണ്ടത്. ഒരാൾ തന്റെ സലാം ഇന്നാൾക്ക് എത്തിക്കണം എന്ന് മറ്റൊരാളെ വസീയത്ത് ചെയ്താൽ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ നിർബന്ധമാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആളെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മടക്കേണ്ടത് എങ്ങനെയാണ്? വഅലൈക വഅലൈഹിസ്സലാം എന്നാണ്. അതെങ്ങനെ? നിങ്ങൾക്കും അയാൾക്കും അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക വഅലൈഹിസ്സലാം ഇതങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആരോടും ഈ സലാം പറഞ്ഞു വെക്കാം. സലാം പറഞ്ഞു വെക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? സലാം പറഞ്ഞു വെക്കുമ്പോ പിന്നെ ആ ലഫ്ല് ഉച്ചരിച്ചുകൊണ്ട് സലാം പറയുക. അപ്പൊ സലാം ഉച്ചരിക്കുമ്പോ ആ സലാം നമ്മൾ അവർ തന്നെ മടക്കി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടൊരു അടയാളമാണ്. വഅലൈക്കും അസ്സലാം ഞാൻ പറഞ്ഞോണം എന്നതിന്റെ അർത്ഥമാണ് വഅലൈക്കും അസ്സലാം സലാം അടയ്ക്കാൻ. ഈ സലാമിനെ നേരെ കൊണ്ടുവന്നിട്ട് ഈ വ്യക്തിന്റെ അടുക്കലേക്ക് വരിക. എന്നിരുതാ ഇന്നാളും നിങ്ങളെ സലാം പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും, അതാദ്യം പറഞ്ഞെടുത്താൽ ഇന്നാളെ സലാം പറഞ്ഞു, ഇന്നാൾ നിങ്ങളെ സലാം പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും. അതെന്തിനു വേണ്ടിയാ? ചിലപ്പോൾ ഇവനെ അറിയില്ലെങ്കിൽ മറ്റവനെ അറിയാം അവൻ സത്യനിഷേധിയാണ്, അവൻ കാഫിറാണ്, അല്ലെങ്കിൽ അവൻ പുത്തനവാദിയാണ് എന്നിവനെ അറിയെങ്കിൽ ഇവനെ സലാം അടക്കേണ്ടതില്ലല്ലോ. അപ്പൊ ആരാണ് സലാം പറഞ്ഞ ആളാണ് സലാം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സലാം അടക്കുമ്പോ രണ്ടുപേർക്കും നടക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടുപേർക്കും സലാം അടക്കണം. കാരണം പറഞ്ഞവനും അത് കൊടുത്തയച്ചവനും സലാം അടക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വിഷയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അതിന് കുറെ ആളുകൾ ഇതിന്റെ ആ സംശയം ചോദിക്കാൻ നിൽക്കണ്ട. എങ്ങനെയാ സലാം പറയേണ്ടത്, എങ്ങനെയാ സലാം അടക്കേണ്ടത്, എങ്ങനെയാ സലാം കൊടുത്തയക്കേണ്ടത്, എങ്ങനെയാ കൊടുത്തയച്ചാൽ അടക്കേണ്ടത്, ഈ കൺഫ്യൂഷനൊക്കെ ഇന്നത്തോട് തീർന്നു. കാരണം ഇനി അതിന്റെ ആവശ്യമില്ല. ഈ നാളെ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയാൻ ഇനി നമുക്ക് കുറെ വിഷയങ്ങൾ കടക്കണം. സലാമിന്റെ വിഷയം കഴിഞ്ഞ് മറ്റു വിഷയത്തിൽ കടക്കാനുള്ളതാണ്. അപ്പൊ സലാമിന്റെ വിഷയം തന്നെ അവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോ ഒരാളെ സലാം പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഇതാപ്പോ അഹമ്മദ് സയ്യിദിന് സലാം പറഞ്ഞു വെക്കും പറയാ, എടോ നീ പോയി നമ്മുടെ സയ്യിദിന് എന്റെ സലാം പറഞ്ഞേക്കണം അസ്സലാമു അലൈക്കും. ഈ ആള് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ആ സ്വീകരിച്ചെന്ന് തോന്നും എന്ന് സയ്യിദിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇയാൾ പറയണം, നിങ്ങൾക്ക് മുഹമ്മദ് ഇതാ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് അസ്സലാമു അലൈക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? മടക്കുന്ന ആള് വഅലൈക വഅലൈഹിസ്സലാം എന്ന് സലാം മടക്കുകയും വേണം. അതാണ് പൂർണ്ണമായ രൂപം. സലാം മടക്കുന്ന സമയത്ത് അയച്ചവനെയാണ് ആദ്യം പങ്കാളിയാക്കേണ്ടത്. വഅലൈക എന്ന് നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അല്ല വഅലൈഹി വഅലൈക്കസ്സലാം അങ്ങനെയല്ല വേണ്ടത്. ആദ്യം പറയേണ്ടത് ഈ പറഞ്ഞ വ്യക്തിക്കാണ്, ആദ്യം അവനാണ് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് പറഞ്ഞു വെച്ച വ്യക്തിയെ കൊടുക്കേണ്ടത്. വഅലൈഹി അവസാനമാണ് വേണ്ടത്. വഅലൈഹി വഅലൈക്കസ്സലാം എന്നല്ല, വഅലൈക വഅലൈഹിസ്സലാം എന്നാണ്. ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. ഫത്ഹുൽ അങ്ങനെയാണ് 465-ാമത്തെ പേജിൽ കാണാം. അതിങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ കുറേയുണ്ട്. ഇനി പഠിക്കാനുള്ള മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്ക് സലാം പറയാൻ പറ്റുമോ?
ഇന്നലെ ഒരാൾ ചോദിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ സലാം പറയാൻ പറ്റുമോ, ഇനി കുളിമുറിയില്ലാന്ന് സലാം പറയാൻ പറ്റുമോ, ഉറങ്ങുന്നവന് സലാം പറയാൻ പറ്റുമോ, വലിയ എടുക്കുന്ന സലാം പറയാൻ പറ്റുമോ, കൊത്തുമ്പോ വന്നവന് സലാം പറയാൻ പറ്റുമോ, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുപോയി സലാം പറയാൻ പറ്റുമോ, ഇങ്ങനെ തുടങ്ങി കുറേ. പിന്നെ ഓതുന്ന സലാം പറയാൻ പറ്റുമോ, ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദ്വാ മജീസ് നിങ്ങൾ സലാം പറയാൻ പറ്റുമോ, ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ നമുക്ക് സൗകര്യം പോലെ ആ വിഷയങ്ങൾ പറയാം. അവിടെ തന്നെ ചോദ്യം വന്നു, അതുകൊണ്ട് പറയാം. ഒരാൾ പറഞ്ഞു വെച്ചത് പറയാൻ മറന്നുപോയാൽ എന്ത് ചെയ്യുന്ന? നമ്മുടെ മുഹമ്മദ് ജാബിർ ചോദിച്ച ചോദ്യം, നല്ല ചോദ്യം. ആരെങ്കിലും പറഞ്ഞു വെച്ചത് പറയാൻ മറന്നാൽ എന്ത് ചെയ്യും? കുഴപ്പമുണ്ടോ? ഇതാ ചോദ്യം. അത് കുഴപ്പമുണ്ടോന്നോ ചോദ്യം? അത് കുഴപ്പമുണ്ട്. ഒരാൾ പറഞ്ഞു വെച്ചത് നമ്മൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് സൂക്ഷിപ്പ് സ്വത്തായി. അത് നമ്മുടെ ആ ഉത്തരവാദിത്തത്തിൽ അവിടെ കിടക്കുന്നതാണ്. അത് നമ്മൾ ഉത്തരവാദിത്തം നിറവേറണമെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് തന്നെ സലാം അടക്കിക്കൊള്ളണം. അത് അവർക്ക് എത്തിച്ചു കൊടുത്തോളണം. അവർ എത്തിച്ചു കൊടുക്കാത്ത കാലത്തോളം നമ്മുടെ ഹക്കൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾക്കത് മറന്നുപോയതാണ് കാരണം. മറവിക്ക് നിസ്കാരം വരെ നമുക്ക് ഉയരുണ്ട്. ആ ഉയർ അങ്ങനെ നീണ്ടു കിടക്കും. പിന്നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സമയത്ത് വർഷങ്ങൾക്ക് ശേഷമായാലും കുഴപ്പമില്ല, ഇത് നമ്മൾ അങ്ങോട്ടും ഓർമ്മയായി എന്ന് വിചാരിക്കാം. ഒരു 10 വർഷം ശേഷം ഓർമ്മയത്, പടച്ചോനെ ഇതാ അബൂസലാം ഉസ്താദ് എന്നോട് സലാം പറഞ്ഞേക്കാൻ പറഞ്ഞു. ജാബിർ ചിന്തിക്കാം, അബൂസലാം ഉസ്താദ് എന്നോട് സലാം പറയാൻ പറഞ്ഞല്ലോ, അത് സുന്നിക്കുട്ടിക്ക് എത്തിച്ചു കൊടുക്കേണ്ടിയാണ്. എന്ത് ചെയ്യും? ഇപ്പൊ അങ്ങോട്ട് എത്തിച്ചു തന്നെ മറന്നില്ല. 10 വർഷം. ഇനിയിപ്പോ എന്താ അവസ്ഥ? പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയതാ 10 വർഷം മുമ്പ് ഒരു ദിവസം ക്ലാസ് എടുത്ത സമയത്ത് എന്നോട് ഇങ്ങനെ സലാം ഇന്നയാൾ പറഞ്ഞു വെച്ചിരുന്നു, നിങ്ങൾക്ക് ഞാൻ സലാം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സലാം കൊടുക്കണമെന്നോ. അപ്പൊ എത്ര കാലം കഴിഞ്ഞാലും ആ സലാം അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഓന നിർബന്ധമാണ്. അത് ഏറ്റെടുത്ത വിഷയമാണ്. ഒരിക്കലും അത് മറന്നുപോയാലും അത് മറന്നുപോയി ഓർമ്മ വന്നാൽ പെട്ടെന്ന് എത്തിക്കൽ നിർബന്ധമാണ്. ഇതിന്റെ വാക്ക് പറയല്ല. ഇത് ഈ രൂപത്തിൽ തന്നെയാണ് കിതാബിലൊക്കെ ഉള്ളത്. അത് പിന്നെ ഹാഷിത്ത് ഷെർവാനിയിലൊക്കെ ഈ വിഷയം അങ്ങനെ തന്നെ കൊടുത്തായിട്ട് കാണാം. അല്ല, ഹാഷിത്ത് നിഹായല് ആ വിഷയം അങ്ങനെ കാണാം. 8-ാം വാല്യം 53-ാമത്തെ പേജിൽ കാണാം. എത്തിക്കേണ്ട സലാം എത്തിക്കൽ നിർബന്ധമാണ്. ഒരാളത് മറന്നു, കുറേ കാലത്തിന് ശേഷം ഓർമ്മ വന്നെങ്കിലും ആ സമയത്ത് അയാൾ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് സൂക്ഷിപ്പ് സ്വത്താണ്. മല്ലിസിയുടെ 8-ാം വാല്യം 53-ാമത്തെ പേജിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കാം. അപ്പൊ ആ വിഷയത്തിനും തീർന്നല്ലോ. അപ്പോ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംശയങ്ങളൊക്കെ കേൾക്കാത്ത ആളുകൾ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇപ്പോഴൊന്ന് കേട്ട് മനസ്സിലാക്കുക. ഈ സംശയം തീരുക. ഇനി ഓരോ സംശയം അമ്മമാർ തീർത്തു വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ കേട്ട് മനസ്സിലാക്കിയ വ്യക്തിയിൽ ഒരാള് സംശയം ചോദിക്കുമ്പോൾ ആ കേട്ട് മനസ്സിലാക്കി ഉറപ്പുള്ള ആളുകൾ അതിന് ഉത്തരം കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിലിങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് നോക്കിയാൽ മതി. എന്നിട്ട് അതിന് ഉത്തരം അപ്പം തന്നെ കൊടുക്കുക. ഇനിയിപ്പോ വേറെ ചോദ്യങ്ങളെ കത്തിലെ സലാം മടക്കണം എന്നാണ്. അതൊക്കെ ശേഷം വരുന്നുണ്ട് വിഷയം. അതായത് ഞാൻ പറയാം. ഒരാൾ കത്തിൽ സലാം പറഞ്ഞാൽ ആ കത്തിൽ സലാം പറഞ്ഞ് വായോണ്ട് മടക്കിയാൽ മതി, അല്ലെങ്കിൽ എഴുത്തിലൂടെ തിരിച്ചു മടക്കിയാൽ മതി. രണ്ടാളും മടക്കൽ നിർബന്ധമാണ്. കാരണം കത്തിലെ സലാം, അത് കത്തിൽ സലാം വെക്കാൻ പറ്റില്ല എന്നുള്ള വിഷയങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കത്തിൽ കഴിഞ്ഞവും സലാം വെക്കാതിരിക്കുകയാണ് വേണ്ടതെന്നാണ്. കാരണം അത് പല ആളുകളെയും കയ്യിലെത്തും. അതിന് ഒരാൾക്ക് മാത്രമുള്ള കത്താണെങ്കിൽ അയാൾ ആ കത്തിന്റെ കോപ്പി ഈ നജസിലേക്ക് മാലിന്യങ്ങളിലേക്കൊന്നും ഇടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സലാം വെക്കാം. അല്ലെങ്കിൽ സലാം വെക്കാതിരിക്കലാണ് ഖൈറ്. ഏതായാലും അങ്ങനെ സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? സലാം മടക്കണം. അത് മടക്കൽ വായോണ്ട് മടക്കിയാൽ മതി, അതല്ലെങ്കിൽ എഴുത്തിലൂടെ തിരിച്ചു മടക്കിയാൽ മതി. തിരിച്ചങ്ങോട്ട് എഴുത്തുണ്ടെങ്കിൽ അപ്പോൾ വാലിക്കും അസ്സലാം എന്നവർ മടക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കത്ത് വായിച്ചോടെ എന്തെന്നെ അസ്സലാമിലേക്ക് മോള് കാണുമ്പോൾ വാലിക്കും അസ്സലാം എന്ന് വായിക്കുന്നത് മടിക്കാനും ആ ഉത്തരവാദിത്വം നിറവേറുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നാണ്. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. നമ്മുടെ ടൈം 12 മണി ആയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മാത്രമല്ല പിന്നെ പറഞ്ഞെങ്കിലോ സലാം പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സലാം കുറ്റിപ്പാലക്ക അല്ലെ, സലാംക്കയാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെ സലാംക്ക തന്നെയാണ് ചോദിക്കുന്നത്. സലാം പറയുന്ന സമയത്ത്
ഇൻഷാ അല്ലാ പറഞ്ഞെങ്കിലോ സലാം പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശം എന്താണ്? ഒരാൾ സലാം പറഞ്ഞപ്പോൾ ഏറ്റെടുക്കുന്ന സമയത്തായിരിക്കില്ല ഉദ്ദേശം? സലാം ഏറ്റെടുക്കുന്ന സമയത്താണോ? സലാം ഏറ്റെടുക്കുന്ന സമയത്താണോ പറഞ്ഞിട്ടുണ്ട്? ഇൻഷാ അല്ലാ പറഞ്ഞപ്പോഴാണല്ലോ വരിക. അതെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇൻഷാ അല്ലാ അല്ലാഹുവിൽ ഉദ്ദേശിച്ചാൽ ഞാൻ കൊടുക്കാമെന്നല്ലേ? അപ്പൊ അത് കുഴപ്പമില്ല, അല്ലാത്ത ഉദ്ദേശങ്ങൾ കൊടുത്താൽ. പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കൊടുക്കാതിരിക്കരുത്. അല്ലാത്തവരെ ഉദ്ദേശിച്ചാൽ നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പിച്ചെന്നല്ല. അത് എനിക്ക് സൗകര്യം കിട്ടിയാൽ സൗകര്യം പോലെ ഞാൻ ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതല്ല, നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ കൊടുക്കാമെന്ന് ഉറപ്പിന്റെ ധ്വനിയാണ് ഇൻഷാ അല്ലാഹ് ഉള്ളതെങ്കിലോ നിങ്ങൾ ഏറ്റെടുത്തു എന്നാണ് അങ്ങനെ അർത്ഥം മാത്രമേ ചില സമയത്ത് അങ്ങനെയുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ഏറ്റെടുത്തു എന്ന ഉത്തരവാദിത്വത്തിലും ആ ഇൻഷാ അല്ലാഹ് പറയാറുണ്ട്. ഈ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിക്കുകയാണ് ഞാൻ പറയാം എന്ന അർത്ഥത്തിലും പറയാറുണ്ട്. അപ്പൊ ഏതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് സലാം എത്തിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വത്തിലില്ല, ഇത് നിർബന്ധമില്ല. പക്ഷെ അവിടെയും എത്തിച്ചു കൊടുക്കലാണ് ഖൈറ് എന്നും കാണാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ലത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് ഇന്ന് വൈകുന്നേര സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം. അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് SMA യുടെ 1-2